നമസ്കാരം. ഐലാമയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പോഡ്കാസ്റ്റിംഗ്, ഇൻഫോഗ്രാഫിക് എന്നീ പുതിയ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മലയാളത്തിൽ വാക്യരചന നടത്തുന്നത് എങ്ങനെ എന്ന് വിശദമായി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പഠിക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ വീഡിയോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കണേ, ഒന്ന് ലൈക്ക് ചെയ്യണേ, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. വാക്യരചനയിൽ പാഠത്തിലെ വാചകം എഴുതിയപ്പോൾ എനിക്ക് ഒരു മാർക്ക് നഷ്ടപ്പെട്ടു. മലയാളത്തിൽ വാക്യരചന, സെന്റൻസ് മേക്കിംഗ് എങ്ങനെ തെറ്റുകൂടാതെ നടത്തി CBSE പരീക്ഷയിൽ ഫുൾ മാർക്ക് നേടാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോയാണിത്. മലയാളത്തിൽ സ്വന്തമായി ഒരു വാക്യം തെറ്റുകൂടാതെ എങ്ങനെ എഴുതാം? വെറുതെ കാണാപ്പാഠം പഠിക്കുന്നതിനപ്പുറം കളിമണ്ണ് കൊണ്ട് മറ്റൊരു അലങ്കാര വസ്തു ഉണ്ടാക്കുന്നത് പോലെ പദങ്ങൾ കൊണ്ട് തെറ്റില്ലാത്ത ആകർഷണീയമായ അർത്ഥപൂർണമായ വാക്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രീതി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അതെ, ആ കളിമണ്ണ് എന്ന പ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് വെറും വ്യാകരണ നിയമങ്ങളല്ല. അതിനപ്പുറം അതൊരു ഒരു മെന്റൽ മോഡലാണ്. ഒരു ആശയത്തെയോ വാക്കിനെയോ എങ്ങനെ പൊളിച്ചെടുക്കാം, അതിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കാം, എന്നിട്ട് പുതിയൊരു സാഹചര്യത്തിൽ അതിനെ പുനർനിർമ്മിക്കാം. അങ്ങനൊരു ചിന്താരീതി. ബലി കഴിക്കുക, ഹൃദയോന്നതി, അഭിമുഖം പോലുള്ള വാക്കുകളിലെ അതൊക്കെ ഈ ഒരു പരിശീലനത്തിനുള്ള ഉപകരണങ്ങൾ മാത്രമാണ്. അപ്പൊ നമുക്ക് ഈ മെന്റൽ മോഡലിന്റെ അടിസ്ഥാന നിയമത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ഉദാഹരണങ്ങളിലെല്ലാം എടുത്തു പറയുന്ന ഒന്നാണ് കർത്താവ്, കർമ്മം, ക്രിയ എന്ന ഒരു ഘടന. മലയാള വാക്യത്തിന്റെ ശരിയായ ക്രമം ഇതാണ്. ഈ ഓർഡറിന് അത്രയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടോ? നമ്മൾ സംസാരിക്കുമ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയാറില്ലേ? ഉണ്ട്. അതൊരു നല്ല ചോദ്യമാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും ഈ ഘടനയൊന്നും നോക്കാറില്ല. ശരിയാണ്. പക്ഷെ എഴുതുമ്പോൾ, പ്രത്യേകിച്ചൊരാശയം വളരെ വ്യക്തമായിട്ട് മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഈ ഘടന വളരെ പ്രധാനമാണ്. മലയാളത്തിന്റെ ഒരു സ്വാഭാവികമായ ഒഴുക്ക് ഈ കർത്താവ്, കർമ്മം, ക്രിയ, അതായത് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വേർബ് ഘടനയിലാണ്. ഇത് ഇംഗ്ലീഷിൽ നിന്ന് ശരിക്കും പറഞ്ഞ നേരെ തിരിച്ചാണ്. ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് ആണ്. രാമൻ കിൽഡ് രാവണൻ. എന്നാൽ മലയാളത്തിൽ നമ്മൾ രാമൻ രാവണനെ കൊന്നു എന്നാണ് പറയുക. ആ ഒരു ഒഴുക്കിന് ഒരു സ്വാഭാവികതയുണ്ട്. ആര്, ആരെ, എന്ത് ചെയ്തു എന്ന് ഒരു ആശയക്കുഴപ്പവുമില്ലാതെ പറയാൻ ഈ ക്രമം സഹായിക്കും. അപ്പോ നിങ്ങൾ പറയുന്നത് ഇത് വെറുമൊരു നിയമം എന്നതിലുപരി ഭാഷയുടെ ഒരാത്മാവ് പോലെയാണ്, ഒരു സഹജമായ പ്രവാഹം. പാഠപുസ്തകത്തിലെ വാക്യം അതേപടി പകർത്തിയാൽ മാർക്ക് കിട്ടില്ല എന്ന് പറയുന്നതിന്റെ കാരണവും ഇത് തന്നെയാവണം. അതായത് കോപ്പി അടിക്കുന്നത് തടയാൻ മാത്രമല്ല, ഈ ഒരു ഘടന കുട്ടികൾക്ക് മനസ്സിലായോ എന്ന് പരിശോധിക്കാൻ കൂടിയാണ്. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ഒരു വിദ്യാർത്ഥിയുടെ ഓർമ്മശക്തിയല്ല, മറിച്ച് ഭാഷയെ ഉപയോഗിക്കാനുള്ള അവരുടെ കഴിവിനെയാണ് ഇവിടെ അളക്കുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ ഉദാഹരണത്തിലേക്ക് കടന്നാൽ ഇത് കുറച്ചുകൂടി വ്യക്തമാകും. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി രസകരമാവുന്നത്. ബലി കഴിക്കുക എന്ന പദം ഉദാഹരണമായെടുക്കാം. യുദ്ധത്തിന്റെ പരിണാമം എന്ന പാഠത്തിൽ ദ്രൗണി അവരെയെല്ലാം കൈവെട്ടിയും വയർ പൊളിച്ചും തലയറുത്തും വായിൽ വാൾകുത്തിയും മറ്റും ബലി കഴിച്ചു എന്ന ഒരു ദീർഘമായ വാചകമുണ്ട്. ദ്രൗണിയുടെ ക്രൂരതയുടെ ആഴം വ്യക്തമാക്കുന്ന ഒരു വാചകമാണിത്. ഈ വാക്യം അതേപടി പരീക്ഷാ പേപ്പറിൽ കോപ്പി ചെയ്യരുത്. പകരം സ്വന്തമായി മറ്റൊരു വാചകം നിർമ്മിച്ചാലേ ഫുൾ മാർക്ക് കിട്ടുകയുള്ളൂ. അതെ, കാരണം ബലി കഴിക്കുക എന്ന വാക്കിന് ആ സന്ദർഭത്തിൽ ക്രൂരമായി കൊന്നൊടുക്കുക എന്നൊരർത്ഥം വരുന്നുണ്ടെന്ന് ആ കുട്ടി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ പിന്നെ ദ്രൗണിയുടെ കഥ അവിടെ വിടാം. എന്നിട്ട് ഇതേ ആശയം വരുന്ന മറ്റൊരു സാഹചര്യം അവർക്ക് ഭാവനയിൽ കാണാൻ കഴിയണം. പുതിയ ഉദാഹരണമൊന്ന് നോക്കൂ. മാമാങ്കത്തിൽ സാമൂദ്രിയെ ആക്രമിക്കാൻ വന്ന ചാവേറുകളെ സാമൂദ്രിയുടെ സൈന്യം ബലി കഴിച്ചു. ഇത് കൊള്ളാം. മഹാഭാരതത്തിൽ നിന്ന് നേരെ മാമാങ്കത്തിലേക്ക്. സാഹചര്യം മുഴുവനായിട്ട് മാറി. എന്നാൽ ആ വാക്കിന്റെ അർത്ഥം ഒട്ടും ചോർന്നുപോയിട്ടുമില്ല. നമുക്ക് ഈ പുതിയ വാക്യം ഒന്ന് വിശദമായി പരിശോധിച്ചാലോ? അപ്പോ അതാണ് കർമ്മം. തീർച്ചയായും. സാമൂദ്രിയുടെ സൈന്യം ചാവേറുകളെ ബലി കഴിച്ചു. ഇവിടെ ആ പ്രവൃത്തി ചെയ്യുന്നതാരാണ്? സാമൂദ്രിയുടെ സൈന്യം. അപ്പോ അതാണ് കർത്താവ്. ആ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നതാരാ? ചാവേറുകൾ. അവരെയാണ് ബലി കഴിക്കുന്നത്. ഇനി എന്താണ് നടന്ന പ്രവൃത്തി?
ബലി കഴിച്ചു, അത് ക്രിയ. നോക്കൂ, കർത്താവ്, കർമ്മം, ക്രിയ. ആ ഘടന അവിടെ വളരെ ഭദ്രമായി ഇരിക്കുന്നു. ഒരു മിനിറ്റ്, നിങ്ങൾ പറഞ്ഞ ഉദാഹരണത്തിൽ സാമൂതിരിയുടെ സൈന്യം എന്നല്ലേ കർത്താവ്? വെറും സൈന്യം എന്ന് പറഞ്ഞാൽ പോരെ? സാമൂതിരിയുടെ എന്ന് ചേർക്കുന്നതിൽ എന്ത് മാറ്റമാണ് വരുത്തുന്നത്? അത്യാവശ്യമുണ്ടോ അത്? നല്ല പോയിന്റാണ്. വ്യാകരണപരമായി നോക്കിയാൽ സൈന്യം ചാവേറുകളെ ബലി കഴിച്ചു എന്ന് പറഞ്ഞാലും വാക്യം ശരിയാണ്, ഒരു തെറ്റുമില്ല. പക്ഷേ സാമൂതിരിയുടെ എന്ന് ചേർക്കുമ്പോൾ ആ വാക്യത്തിന് കൂടുതൽ വ്യക്തതയും ഒരു ചരിത്രപരമായ പശ്ചാത്തലവും കിട്ടുകയാണ്. ഏത് സൈന്യം, ആരുടെ സൈന്യം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് അവിടെ ഉത്തരം കിട്ടുന്നു. ഇത് ഒരു വാക്യം നിർമ്മിക്കുമ്പോൾ അതിനെത്രത്തോളം വിശദാംശങ്ങൾ നൽകി അതിനെ സമ്പന്നമാക്കാമെന്നതിന്റെ ഒരു ഉദാഹരണമാണ്. വെറും അസ്ഥികൂടമുണ്ടാക്കുന്നതിന് പകരം അതിന്റെ മുകളിൽ മാംസവും തൊലിയും കിടിപ്പിക്കുന്നതുപോലെ. ശരിയാണ്. അപ്പോ ഒരു വാക്കിന്റെ അർത്ഥം പഠിക്കുന്നതിന് പകരം അതിനെ ഒരു പുതിയ കഥാപാത്രത്തിനും സാഹചര്യത്തിനും ചേരും വിധം ഉപയോഗിക്കാൻ പഠിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. ഹൃദയോന്നതി. ബലികഴിക്കുക എന്നത് ഒരു പ്രവൃത്തിയാണ്, സങ്കല്പിക്കാൻ എളുപ്പം. പക്ഷേ ഹൃദയോന്നതി എന്നത് ഒരു ഗുണമല്ലേ? അതിനെ എങ്ങനെ ഒരു വാക്യത്തിൽ കൊണ്ടുവരും? ഉദാഹരണത്തിന്, അഭയാർത്ഥികൾക്ക് സ്വന്തം വീട് നൽകിയ ആ മനുഷ്യന്റെ ഹൃദയോന്നതിയെ എല്ലാവരും പ്രശംസിച്ചു എന്ന് പറഞ്ഞാലോ? ഇത് ശരിയായ വാക്യക്രമത്തിലാണോ? മികച്ച ഉദാഹരണമാണ്. നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാവരും ആ മനുഷ്യന്റെ ഹൃദയോന്നതിയെ പ്രശംസിച്ചു. ആരാണ് പ്രശംസിച്ചത്? എല്ലാവരും. അത് കർത്താവ്. എന്തിനെയാണ് പ്രശംസിച്ചത്? ഹൃദയോന്നതിയെ. അത് കർമ്മം. എന്തു ചെയ്തു? പ്രശംസിച്ചു. അത് ക്രിയ. ഘടന കൃത്യമാണ്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഹൃദയോന്നതി എന്ന ആ അമൂർത്തമായ ഗുണത്തെ പ്രശംസിക്കുക എന്ന ഒരു പ്രവൃത്തിയിലൂടെയാണ് നമ്മൾ വാക്യത്തിൽ അവതരിപ്പിച്ചത്. ആ ഗുണത്തെ ഒരു സംഭവവുമായി ബന്ധിപ്പിച്ചു, എന്നിട്ട് അതിനെക്കുറിച്ചൊരു പ്രസ്താവന നടത്തുന്നു. ഇതാണ് അബ്സ്ട്രാക്റ്റ് ആശയങ്ങൾ ഉപയോഗിക്കുമ്പോൾ വേണ്ടിവരുന്നൊരു കഴിവ്. അപ്പോ ഒരു ഗുണത്തെ വാചകത്തിൽ കൊണ്ടുവരാൻ അതിനോട് ചേർന്നു പോകുന്ന ഒരു ക്രിയയെ കൂടി നമ്മൾ കണ്ടെത്തണം. ഹൃദയോന്നതിയെ പ്രശംസിക്കാം, പുകഴ്ത്താം, അല്ലെങ്കിൽ അതിൽ അത്ഭുതം കൂറാം. പക്ഷേ ഒരു സംശയം, ഈ കർത്താവ്, കർമ്മം, ക്രിയ നിയമം എപ്പോഴും ഇങ്ങനെ കർശനമായി പാലിക്കണം? കവിതയിലൊക്കെ കണ്ടു ഞാനൊരു സ്വപ്നം എന്നൊക്കെ കാണാറുണ്ടല്ലോ. അവിടെ ക്രിയ ആദ്യമല്ലേ വരുന്നത്? വളരെ പ്രസക്തമായ ചോദ്യമാണത്. സാധാരണ ഗദ്യത്തിൽ ആശയം വ്യക്തമാക്കാനാണ് നമ്മൾ ഈ ഘടന ഉപയോഗിക്കുന്നത്. എന്നാൽ കവിതയിലും സാഹിത്യത്തിലുമൊക്കെ എഴുത്തുകാരൻ ചിലപ്പോൾ ഒരു പ്രത്യേക ഭാവം നൽകാനോ ഒരു വാക്കിന് കൂടുതൽ ഊന്നൽ കൊടുക്കാനോ ഈ ക്രമം തെറ്റിക്കാറുണ്ട്. കണ്ടു ഞാനൊരു സ്വപ്നം എന്നു പറയുമ്പോൾ കണ്ടു എന്ന ആ പ്രവൃത്തിക്കാണവിടെ പ്രാധാന്യം. അത് വ്യാകരണ പിശകല്ല, മറിച്ച് പോയറ്റിക് ലൈസൻസ് അഥവാ കാവ്യാത്മകമായ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഒരു 10ാം ക്ലാസ്സിലെ കുട്ടി അടിസ്ഥാനം പഠിക്കുമ്പോൾ ആദ്യം ഈ ഘടനയിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു വീട് പണിയുമ്പോൾ ആദ്യം തൂണും തറയും ഉറപ്പിക്കുന്നത് പോലെ. അത് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ഡിസൈനിലൊക്കെ മാറ്റങ്ങൾ വരുത്താമല്ലോ. ശരി. അപ്പൊ അടിസ്ഥാനം ഉറപ്പിക്കാനാണ് ഈ രീതി. അത് വ്യക്തമായി. ഇനി മറ്റ് ഉദാഹരണങ്ങൾ നോക്കിയാലോ? അഭിമുഖം, സജീവമായി തുടങ്ങിയവ. ഹൃദയോന്നതി വളരെ അമൂർത്തമായ ഒരാശയമാണെങ്കിൽ അഭിമുഖം എന്നത് വളരെ വ്യക്തമായ, നമുക്ക് കാണാനും കേൾക്കാനും പറ്റുന്ന ഒന്നാണല്ലോ. അത്തരം വാക്കുകൾ വരുമ്പോൾ ഈ നിയമം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അഭിമുഖം എന്നത് ഒരു നാമമാണ്, ഒരു നൗൺ, ഒരു വസ്തുവിന്റെയോ ആശയത്തിന്റെയോ പേര്. അതുകൊണ്ട് തന്നെ അതിനെ കർമ്മമായി ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ഉദാഹരണത്തിന്, ചാനൽ റിപ്പോർട്ടർ മുഖ്യമന്ത്രിയുമായി ഒരു അഭിമുഖം നടത്തി. ഇവിടെ ചാനൽ റിപ്പോർട്ടർ കർത്താവും ഒരു അഭിമുഖം കർമ്മവും, നടത്തി എന്നത് ക്രിയയുമാണ്. വളരെ ലളിതം. എന്നാൽ എനിക്കൊരു കൗതുകം. ഈ അഭിമുഖം എന്ന വാക്ക് കർത്താവായിട്ടും ഉപയോഗിക്കാൻ പറ്റുമോ? അതായത് കർമ്മമായിട്ടല്ലാതെ പ്രവൃത്തി ചെയ്യുന്ന ഒന്നായിട്ട്? തീർച്ചയായും പറ്റും. അതാണ് ഭാഷയുടെ ഒരു ഭംഗി. നമുക്കിങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയാലോ? അന്നത്തെ അഭിമുഖം ആ റിപ്പോർട്ടറുടെ ജീവിതം മാറ്റിമറിച്ചു. ഈ വാക്യത്തിൽ പ്രവൃത്തി ചെയ്യുന്നത് ആരാണ്, അല്ലെങ്കിൽ എന്താണ്? അഭിമുഖമാണ്. അത് ജീവിതത്തെ മാറ്റിമറിച്ചു. അപ്പോൾ ഇവിടെ അഭിമുഖം കർത്താവിന്റെ സ്ഥാനത്താണ് വരുന്നത്. ജീവിതം കർമ്മവും മാറ്റിമറിച്ചു ക്രിയയുമാകുന്നു.
കണ്ടോ, ഒരേ വാക്കിനെ തന്നെ നമുക്ക് കർത്താവായും കർമ്മമായും ഉപയോഗിക്കാം. ഇത് തിരിച്ചറിയുന്നിടത്താണ് ഭാഷയിലുള്ള ഒരു നിയന്ത്രണം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു വാക്ക് കിട്ടുമ്പോൾ അതിനെ കർമ്മമായി മാത്രം കാണാതെ കർത്താവായും ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നത് ഒരു നല്ല വ്യായാമമാണ്. ഇനി അവസാനത്തെ വാക്കിലേക്ക് വരാം, സജീവമായി. ഇത് ഒരു അഭിമുഖം പോലെ ഒരു നാമമല്ലല്ലോ. അല്ല, സജീവമായി എന്നത് ഒരു ക്രിയാവിശേഷണമാണ്, ഒരു ആഡ്വർബ്. അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ അത് ക്രിയയെയാണ് വിശേഷിപ്പിക്കുന്നത്. ഒരു പ്രവൃത്തി എങ്ങനെ നടന്നു, എന്ത് രീതിയിൽ നടന്നു എന്ന് പറയാനാണ് ആ വാക്കുപയോഗിക്കുന്നത്. അതിന് തനിച്ച് ഒരു കർമ്മമായി നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന്, വിദ്യാർത്ഥികൾ സംവാദത്തിൽ സജീവമായി പങ്കെടുത്തു. ഇവിടെ വിദ്യാർത്ഥികൾ കർത്താവും പങ്കെടുത്തു ക്രിയയുമാണ്. അവർ എങ്ങനെ പങ്കെടുത്തു? സജീവമായി. ആ പങ്കാളിത്തത്തിന് കൂടുതൽ ഊർജം നൽകുന്ന വാക്കാണത്. അപ്പോ ഒരു വാക്ക് നാമമാണോ അതോ ക്രിയാവിശേഷണമാണോ എന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ഗെയിം. അഭിമുഖമെന്ന് കേൾക്കുമ്പോൾ അഭിമുഖം നടത്തി എന്ന് ചിന്തിക്കാം. സജീവമായി എന്ന് കേൾക്കുമ്പോൾ സജീവമായി പങ്കെടുത്തു, സജീവമായി പ്രവർത്തിച്ചു എന്നിങ്ങനെ ഒരു ക്രിയയോട് ചേർത്താണ് ചിന്തിക്കേണ്ടത്. അതെ, എന്റെ ഒരു വിദ്യാർത്ഥി പണ്ട് സജീവമായി എന്ന വാക്കുവെച്ച് അവൻ സജീവമായി ഇരുന്നു എന്നൊരു വാക്യം എഴുതി. സാങ്കേതികമായി അതൊരു വലിയ തെറ്റല്ല. പക്ഷേ സജീവമായി എന്ന വാക്കിന്റെ മുഴുവൻ ശക്തിയും അവിടെ കിട്ടുന്നില്ല. ഒരു പ്രവൃത്തിയോടൊപ്പം ചേരുമ്പോഴാണ് അതിന് ജീവൻ വെക്കുന്നത്. ഈ തിരിച്ചറിവാണ് പ്രധാനം. ഓരോ വാക്കിനും അതിൻ്റെതായൊരു സ്വഭാവമുണ്ട്. ചിലത് കസേരയിൽ ഇരിക്കുന്നത് പോലെയാണ്, അതായത് നാമം. ചിലത് ഓടുന്നത് പോലെയാണ്, ക്രിയ. ചിലത് ആ ഓട്ടത്തിന്റെ വേഗത കൂട്ടുന്നത് പോലെയാണ്, ക്രിയാവിശേഷണം. അപ്പോ ഇതെല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. ഇത് ഒരു വ്യാകരണ ക്ലാസ് എന്നതിലുപരി ചിന്തിക്കാനുള്ള ഒരു പരിശീലനമാണ്. പുസ്തകത്തിൽ നിന്നും പകർത്തിയെഴുതുന്ന ഒരുതരം റോബോട്ടിക് ശീലത്തിൽ നിന്നും മാറി അറിവ് സ്വയം നിർമ്മിക്കുന്നതിലേക്കുള്ള ഒരു ചുവടുവയ്പ്. ഭാഷയെ ഒരു ഉപകരണമായി കാണാതെ ചിന്തയുടെ ഒരു മാധ്യമമായി കാണാൻ ഇത് പ്രേരിപ്പിക്കുന്നു. തീർച്ചയായും. ഇവിടെ പഠിക്കുന്ന അടിസ്ഥാനപരമായ കഴിവ് ഒരു ആശയത്തെ അപഗ്രഥിച്ച് പുനർനിർമ്മിക്കാനുള്ളതാണ്. ഇത് ഭാഷാ പഠനത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ഒരു സയൻസ് പരീക്ഷണം ചെയ്യുമ്പോഴും ഒരു കണക്ക് ചെയ്യുമ്പോഴും, എന്തിന് ജീവിതത്തിൽ ഒരു പ്രശ്നം പരിഹരിക്കുമ്പോഴും ഈ കഴിവ് ആവശ്യമാണ്. ഒരു പ്രശ്നത്തെ എടുക്കുക, അതിന്റെ മൂലകാരണങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് അതിന് യുക്തിസഹമായ ഒരു പുതിയ പരിഹാരം കണ്ടെത്തുക. എഴുത്തിനും ആശയവിനിമയത്തിനും ഇത് വളരെ അത്യാവശ്യമായൊരു കഴിവാണ്. പരീക്ഷയിൽ മാർക്ക് നേടുകയെന്നത് ഇതിന്റെ ഒരു ചെറിയ ഫലം മാത്രമാണ്. യഥാർത്ഥ നേട്ടം സ്വന്തമായി ചിന്തിക്കാനും ആത്മവിശ്വാസത്തോടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനുമുള്ള കഴിവാർജിക്കുക എന്നതാണ്. അപ്പോൾ ഈ പോഡ്കാസ്റ്റിങ്ങും ഇൻഫോഗ്രാഫിക്കും ഒക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കാം. പുസ്തകത്തിലെ വാചകങ്ങളിൽ നിന്നും വാക്കുകളെ അടർത്തിയെടുത്ത് അവയ്ക്ക് പുതിയൊരു ജീവിതവും പുതിയൊരു കഥയും നൽകുകയാണ് വാക്യരചനയിൽ ഓരോ വിദ്യാർത്ഥിയും ചെയ്യേണ്ടത്.